ഹായ് ഫ്രണ്ട്സ്, മലയാള സിനിമാ ലോകത്ത് ഇപ്പോൾ വീണ്ടും വലിയ ചർച്ചയാകുന്നത് ഒരു വമ്പൻ ചിത്രത്തിന്റെ പേരിലാണ്. റിലീസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വിവാദം ഉയർന്നിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകളോടെ ഒരുങ്ങുന്ന ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ കേന്ദ്രത്തിൽ. ഏകദേശം 140 കോടി രൂപ ചെലവിട്ട് നിർമ്മാതാവ് ആന്റോ ജോസഫ് ഒരുക്കുന്ന വമ്പൻ പ്രൊജക്റ്റാണിത്. സംവിധാനം ചെയ്യുന്നത് തന്റെ വ്യത്യസ്തമായ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ മഹേഷ് നാരായണൻ. ചിത്രത്തിന്റെ പേര് പാട്രിയറ്റ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെ വമ്പൻ താരനിരയാണ്. മലയാള സിനിമയിലെ മികച്ച സൂപ്പർ താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവർ ഒരുമിച്ചെത്തുന്ന ഒരു വലിയ മൾട്ടി സ്റ്റാർ സിനിമയാണിത്. പ്രഖ്യാപനം മുതൽ തന്നെ ഈ ചിത്രം വലിയ പ്രതീക്ഷകൾ ഉയർത്തിയിരുന്നു. ഇത്ര വലിയ താരങ്ങൾ ഒരേ സിനിമയിൽ എത്തുന്നു എന്നതുകൊണ്ട് പ്രേക്ഷകരുടെ ആവേശം കൂടുതലായിരുന്നു. അതോടൊപ്പം 140 കോടി രൂപയുടെ വൻ ബഡ്ജറ്റ് ഈ സിനിമയെ മലയാള സിനിമയിലെ വമ്പൻ പ്രൊജക്ടുകളിൽ ഒന്നാക്കി മാറ്റുന്നു. പക്ഷേ ഇപ്പോൾ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വിവാദം ഉയർന്നിരിക്കുകയാണ്. ഈ വിവാദം എന്താണ്? സിനിമയുടെ റിലീസിനെ അത് ബാധിക്കുമോ? ഇവയാണ് ഇപ്പോൾ മലയാള സിനിമാ പ്രേമികൾ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ. ഇത്ര വലിയ താരനിരയും വലിയ ബഡ്ജറ്റുമുള്ള ഒരു സിനിമയായതിനാൽ ഓരോ വാർത്തയും സോഷ്യൽ മീഡിയയിൽ വേഗത്തിൽ ചർച്ചയാവുകയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് വമ്പൻ പ്രതീക്ഷകളോടെ ഒരുങ്ങുന്ന മലയാള സിനിമകളിൽ ഒന്നാണ് പാട്രിയറ്റ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ഏത് അപ്ഡേറ്റും പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ റിലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഒരു പുതിയ വിവാദം സിനിമയെ എങ്ങനെ ബാധിക്കും എന്നത് ഇനിയും വ്യക്തമല്ല. എങ്കിലും മലയാള സിനിമാ ലോകം മുഴുവൻ കണ്ണുകൾ ഇപ്പോൾ ഒരേ സിനിമയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അത് പാട്രിയറ്റ് ആണ്. സാധാരണ ഒരു നല്ല മലയാള സിനിമ അല്ലെങ്കിൽ വൺ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന മലയാള സിനിമകൾ റിലീസിനെത്തുമ്പോൾ ഇതുപോലുള്ള അവസ്ഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതും ഇത്രയും വലിയ താരങ്ങൾ ഒരുമിക്കുന്ന ചിത്രവും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സിനിമയെ കുറിച്ചല്ല, ഇതുപോലുള്ള അവസ്ഥകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല സിനിമകൾ വരുമ്പോൾ ഇതുപോലെ ഉടക്കായി നിൽക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് അടുത്ത നല്ല രസകരമായ വാർത്തകളും വിശേഷങ്ങളുമായി വരുന്നത് വരെ ദിസ് ഈസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത് ഫയർ. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.